സർ, കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരനും അടൂർ പ്രകാശും യഥാക്രമം കണ്ണൂരും കോന്നിയിലും മത്സരിക്കും. അവർ പാർലമെന്റിൽ നിന്ന് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി. അതായത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ രണ്ടുപേരും റെഡിയായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. രണ്ടുപേരെയും മത്സരിക്കാൻ അനുവദിക്കും, ഈ രണ്ടു പേർക്കും ഇളവ് നൽകും എന്ന ഒരു വാർത്ത പൊതുവെ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇത് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കേന്ദ്രമാണ്. അത് ഒരിക്കലും വരാത്ത വസന്തം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ സാങ്കല്പികമായ ഒരു സംഭവം, ഒരു ഭാവന വിലാസമാണ്. അപ്പൊ അവർക്ക് വരുന്ന വിലയെടുത്ത് ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ തീരുമാനമെടുക്കുന്നത്, നമ്മൾ കളിയാക്കി പറയുന്നതല്ല, തീരുമാനമെടുക്കുന്നത് മറ്റ് ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഖാർഗെയുടെ മുന്നിലേക്ക് വരികയാണ്. പക്ഷേ എപ്പോഴും ഒരു ഹൈക്കമാൻഡ് തീരുമാനം ഖാർഗെയുടെ മുന്നിലേക്ക് വരുന്നു, അദ്ദേഹം അത് വായിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത് വസ്തുതയാണ്. കാരണം അതിലാർക്കും ഒരു പരാതിയില്ല. കോൺഗ്രസ് ഇങ്ങനെ ആയില്ലെങ്കിലാണ് നമുക്ക് പരാതി. കാരണം ഒരു അടിക്ക് ശേഷം, ഒരു ബഹളത്തിന് ശേഷം അത് കൃത്യമായി ഒരു അച്ചടക്കം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസിനെ നമ്മുടെ ഇന്ത്യയിലെ വോട്ടർമാർക്ക് സങ്കല്പിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ അച്ചടക്കം ഇല്ലായ്മ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും എന്തോ അഭിപ്രായം പറയാം. പക്ഷെ ലാസ്റ്റ് തീരുമാനം എടുക്കുമ്പോൾ ഹൈക്കമാൻഡുമായിട്ട് തീരുമാനിച്ചിട്ട് ഞങ്ങളൊരു പൊതു സമ്മത തീരുമാനത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ അങ്ങനെ എത്തുമായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും ഇവിടെ സുധാകരൻ ഉയർത്തുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ പാർലമെന്റിൽ ഒരു സീറ്റ് എണ്ണം കുറയും. ഇന്നത്തെ സാഹിത്യത്തിൽ വേണ്ടത് കേൾക്കുമ്പോൾ അത് ഉചിതമാണ്, അത് ആവശ്യവുമാണ്. കോൺഗ്രസിന് ഈ 100 സീറ്റ് ഇത്തവണ കിട്ടിയില്ല. 40 കഴിഞ്ഞ തവണത്തെ അവസ്ഥയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ സർക്കാർ എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനൊരു തടയിട്ടത് കോൺഗ്രസിന്റെ 100 സീറ്റുകളാണ്. സ്വാഭാവികമായിട്ടും ബാക്കി ഇടതുപക്ഷത്തിനൊന്നും ഒരു സാധ്യതയില്ല. പിന്നെ ഉള്ളത് പ്രാദേശിക പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷം വേണ്ടുന്ന ഒരു രാജ്യത്ത് 100 സീറ്റ് എത്തുക എന്ന് പറയുന്നത്, അത് നേടിയെടുത്ത സാഹചര്യത്തിൽ അത് കളഞ്ഞു കുളിക്കാതിരിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അത് പറയുന്നത് ന്യായം. പക്ഷേ അവിടെ പറയുമ്പോഴും ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന അസമിലെ അദ്ദേഹത്തിന് അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയോ നാളെ മുമ്പ് അദ്ദേഹത്തിന്റെ സീറ്റ് അനുവദിച്ചു. അപ്പോൾ വിഷയം അതല്ല. അതായിരുന്നെങ്കിൽ ഗൗരവ് ഗൊഗോയെ അനുവദിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗൗരവ് ഗൊഗോയ് 100% തോക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ആളെ അവിടെ പിടിച്ചു നിർത്തിയത്. ഏതെങ്കിലും സമ്മതിക്കണ്ടേ? കോൺഗ്രസിന് അങ്ങനെ ചിലപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് കഴിഞ്ഞെന്ന് വരില്ല, വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. അപ്പൊ ഇവിടെ അവരെ CPM അല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ട്. CPM-ന് ഈ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും കേരളത്തിലെ കാര്യം മാത്രം നോക്കാം. ഇത് അങ്ങനെയല്ലേ സ്വാഭാവിക. പിന്നെ കോൺഗ്രസിനെ ഒരു ഭയം എക്കാലത്തും BJPക്ക് ഉണ്ട്. കാരണം ഇത് ഏത് നിമിഷവും ഇത് കത്തിപ്പടരും. അപ്പൊ നമ്മുടെ ഭാരതത്തിലെ ആൾക്കാർക്ക് ഒരു വികാരം, ഒരു സോഫ്റ്റ് കോർണർ കോൺഗ്രസിനോട് ഉണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരനല്ലായിരിക്കാം, പക്ഷേ എങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരി എന്ന് പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു പ്രവണത ഭാരതത്തിൽ ഉറപ്പായും വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് CPM-നെ കാണുന്ന പോലെ അല്ല, ഇടതുപക്ഷക്കാരെ കാണുന്ന പോലെ അല്ല, കൃത്യമായിട്ട് അതുണ്ട്. അപ്പോൾ ഇത് ഈ 100 സീറ്റിൽ എത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് വിട്ടുകളയണ്ട എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം സത്യത്തിൽ ന്യായമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ലോജിക്കുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ അതിലേക്കാണ് വരുന്നത്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും നേരം ഇരുട്ടി വെളുക്കും മുമ്പ് ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ കൊടുത്തിരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പരസ്യമായി ഒരുപക്ഷെ അത് സമ്മതിക്കില്ലായിരിക്കാം. പക്ഷെ അന്നത്തെ അത് സമ്മതിക്കേണ്ട ബാധ്യത അവർക്കില്ല, ഉത്തരവാദിത്വം അവർക്കില്ല. കാരണം ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റുമ്പോൾ അവിടെ സ്വാഭാവികമാണ്. അത് ഏത് പരസ്യം അതിലാണ് സുധാകരൻ പിടിച്ചു നിൽക്കുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞ ഉടനെ ഞാൻ ഒരു പരാതിയും പറയാതെ ഒഴിഞ്ഞു. ഇനിയിപ്പോ അതുകൊണ്ട് എന്റെ ഒരു ആവശ്യം നിങ്ങൾ അംഗീകരിക്കണം, അതവിടെ നിൽക്കുന്നു. പിന്നെ മറ്റൊരു സാർ, അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ ഈ രണ്ടുപേർക്കും ബാധകമാകുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്. അടൂർ പ്രകാശിന്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവർ കോൺഗ്രസ് വിജയിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കട്ടെ, നമ്മൾ പട്ടിക ഇതുവരെ വന്ന പട്ടികകളെല്ലാം എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സാധ്യത എടുത്ത് നോക്കുമ്പോൾ, ഇതിൽ ഇപ്പൊ ശിവഗിരി മഠം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് വ്യക്തമായ സ്വാധീനം അവിടെ ഇല്ലാത്ത ഒരു ലിസ്റ്റ് ആയിരിക്കാം വരാൻ. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിൽ വളരെ കൃത്യമാണ്, ഒരു ഈഴവൻ മുഖ്യമന്ത്രി ആകണം. അത് അല്ലെങ്കിൽ കൂടിയും ആ പ്രാതിനിധ്യം പോലും വളരെ കുറയുന്നു എന്നൊരു പരാതിയുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ആ ഒരു വിഷയം. അപ്പൊ അത് ഞാൻ പറയട്ടെ, അപ്പൊ അത് സ്വാഭാവികമായി അടൂർ പ്രകാശിന്
അല്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ഈ രണ്ടുപേർക്കും ഒക്കെ തന്നെ അതൊക്കെ തന്നെ ഇത്തരം പ്രസ്താവനകൾ അവർക്ക് ബാധകമാണ്. ശരിക്കും ജാതിക്കാരുടെ ഇറക്കി കളിച്ചു. അല്ല, അത് കഴിയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ പോലൊരു ഒരു സ്ഥലത്ത് ഈ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ സ്വാധീനമുള്ള പിന്നെ എല്ലാ ജാതി മതവിഭാഗങ്ങളും ഒരേപോലെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ പ്രാതിനിധ്യം അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ച് വാങ്ങിക്കുന്നത്. ഇപ്പോൾ സഭകളെല്ലാം ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങിയില്ലേ? ഇലക്ഷൻ വന്നപ്പോൾ ചോദിച്ച് വാങ്ങിക്കാൻ പോലെ നിങ്ങൾ അവിടെ പോകുന്നില്ലേ? സ്വാഭാവികമായിട്ട് അത് സംഭവം. ഇപ്പോൾ അത് പിന്നെ ഈ മനഃപൂർവ്വം വരുത്തി വെച്ചതല്ലെങ്കിൽ കൂടിയും ചില വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു ലിസ്റ്റാണ് വരാൻ പോകുന്നത്. പല പാർട്ടികളിലും അങ്ങനെ തന്നെയാണ്. അത് പ്രാതിനിധ്യ സ്വഭാവം എത്ര ആണ്, ഈ കമ്മ്യൂണിറ്റി എത്രയുണ്ട്, ഈ ജാതി എത്രയുണ്ട്, അങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ അത് കൊടുക്കാൻ എല്ലാ പാർട്ടികളും ശ്രമിക്കാറുണ്ട്. അപ്പം അവിടെ CPM പോലും അത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടിയും അവിടെ പേരും പറയും സോഷ്യൽ എഞ്ചിനീയർ, അതൊക്കെ പറയും. പക്ഷേ ഇവിടെ കോന്നിയിൽ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ആറ്റിങ്ങലിലേക്ക് വേണമായിരുന്നല്ലോ പണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കോന്നിയിൽ നിന്ന് ഒഴിയുന്നത്. വലിയ ഭൂരിപക്ഷത്തിലല്ലേ കോന്നി അദ്ദേഹം പിടിച്ചത്. കോന്നി അദ്ദേഹം 10,000-20,000 പല വോട്ടുകൾക്ക്, എനിക്ക് തോന്നുന്നു 20,000+ വോട്ട്സ് ആണെന്ന് 2016 അദ്ദേഹം പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഇലക്ഷൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യനാണ്. അവിടെ ഇരട്ട വോട്ടുകൾ അന്ന് തന്നെ അസാധുവായിരിക്കുന്ന വോട്ടുകൾ മുഴുവനും അതെല്ലാം പിടിച്ച് ഭംഗിയാക്കിയിട്ട് അദ്ദേഹം അവിടെ ജയിച്ചു വന്നു. അപ്പൊ തന്നെ CPM ഒരു ശബ്ദത്തിനകത്ത് തോന്നി കാണാം. അവിടെ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇനി അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹം മത്സരിക്കുന്നു, എന്തായാലും ജയിക്കുന്നു. അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. സുന്ദരമായിട്ടത് ചെറിയ വിജയമല്ല, ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിക്കുന്നു. ജയിച്ചിട്ട് അവിടെ ചെല്ലുന്നു. സമ്പത്തിനെ പോലൊരു അവിടെ ചെല്ലുമ്പോൾ അറിയുന്നത് അവിടെ കോൺഗ്രസിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുമ്പോഴും ഈ 100 ഗുണമാണ്. നിങ്ങൾക്ക് ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാലേ പണ്ട് ഇതൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ AKG വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തൊരു സഭയെക്കുറിച്ച് പിന്നെ ആർക്കും സങ്കല്പിക്കാൻ കഴിയും. അന്നത്തെ ഇപ്പൊ നെഹ്റുവിനനുസരിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് ജനാധിപത്യത്തിന്റെ അനിവാര്യത. ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ തവണ അതിനുപോലുള്ള സീറ്റുകൾ കിട്ടാതെ വന്ന കോൺഗ്രസ് ഇക്കുറി 100 സീറ്റിലേക്ക് വരുമ്പോൾ 10 വാസ്തവത്തിൽ പിന്നെ ഇത്തിരിക്കുന്ന സർക്കാരിനെ തിരുത്താനുള്ള കെൽപ്പ് ഉണ്ടായി. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിലെ എന്തെല്ലോ സാഹചര്യങ്ങൾ അവർ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തോ, നിങ്ങളെ സഭയിൽ നിന്ന് മാറ്റിയോ, അച്ചടക്കം ഇവിടെ ഉണ്ടായോ. സഭ പിന്നെ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അഭിപ്രായമായ, ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന ബില്ലിനെ സഭ ബഹിഷ്കരിച്ചിട്ടല്ല വാസ്തവത്തിൽ ലാസ്റ്റ് റിസോർട്ട് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് സർക്കാരിനെ തിരുത്തി ബില്ലിൽ വേണ്ട തിരുത്തലുകൾ വരുത്തി അത് പാസ്സാക്കി. ആ ചർച്ച പൊതുജനങ്ങളിലേക്ക് മീഡിയ വഴി എത്തിക്കാനുള്ള ബാധ്യത മറന്നുകൊണ്ട് ബഹിഷ്കരിക്കുന്നതിലാണ് നമുക്ക് വിരോധം എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് ചെയ്യുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം. അവിടെ നിൽക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ പിന്നെ പൊതുജനങ്ങൾക്ക് ഇനി എത്തിക്കാൻ കഴിയുമായിരുന്നു. കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. കരുതിക്കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് പോട്ടെ, അത് വേറൊരു വിഷയം. പക്ഷെ അപ്പോ ഈ അടൂർ പ്രകാശ് ഇവിടെ നമ്മൾ വരുമ്പോ ഈ അങ്ങ് പറഞ്ഞ 100 സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് താല്പര്യപ്പെടുന്നു. പക്ഷെ കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കണ്ണൂരിലും അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിലും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് കാണാതിരിക്കാൻ കഴിയും. ഇവർ രണ്ടുപേരും ഓർത്തുന്നത് ന്യായമായി മത്സരിച്ചാൽ കണ്ണൂരിൽ മത്സരിച്ചാൽ അത് കണ്ണൂരിൽ മാത്രമല്ല മലബാറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പിന്നെ മാത്രമല്ല കണ്ണൂരിൽ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പിന്നെ അടൂർ പ്രകാശ് ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈഴവ പ്രാതിനിധ്യത്തിന്റെ വിഷയമുണ്ട്. അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേന്ദ്രം പട്ടിക ഈ രണ്ടും കൂടെ ഒഴിച്ചിട്ടിട്ട് പിന്നീട് ആയാലും മതി എന്നുള്ള ചിന്ത പോലും വരുന്നത് അവിടെ നിന്നാണ്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഇനി കണ്ണൂരിലേക്ക് സുധാകരൻ വന്നു കഴിഞ്ഞാൽ അവിടെ കടന്നപ്പള്ളി ജയിച്ചിരിക്കുന്നത് 2000 താഴെ വോട്ടുകൾക്കാണ്. സ്വാഭാവിക സുധാകരൻ 100% അവിടെ ഉറപ്പുള്ള സീറ്റാണ്. ഇത് അവർക്കും അറിയാം. സുധാകരൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പിന്നെ എതിർചേരിയിലെ ആൾക്കാർ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി മോഹികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം സത്യം അറിഞ്ഞും അറിയാതെയും ഈ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരാൾ ഇന്ന കാര്യം ആവശ്യപ്പെടുന്നു, പക്ഷെ ആക്ച്വലി അതായിരിക്കണമെന്നില്ല ലക്ഷ്യം. മറ്റു പല ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഒരു വാദം ഉന്നയിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇദ്ദേഹം ഈ വാദം ഉന്നയിച്ചത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് പറയാൻ തക്കവണ്ണമുള്ള ഇദ്ദേഹത്തിൻ്റെ നോമിനികൾക്കുള്ള മറ്റ് സീറ്റുകളും കൂടി കണ്ടുകൊണ്ട് അത് കുറഞ്ഞതിൻ്റെ കൂടി വെളിച്ചത്തിലായിരിക്കാം ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ
എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ പിന്നെ 2 സീറ്റ് ഒഴിച്ചു വിടുന്നതാണ് നമുക്ക് അവസാനം കിട്ടുന്ന വാർത്ത. അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഇവർ ബാധ്യതാ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിക്കഴിഞ്ഞിരിക്കുക. അതൊക്കെ സ്വാഭാവിക പ്രക്രിയയാണ്. അവർ വാങ്ങും, എല്ലാവരും വാങ്ങിക്കും, സാധ്യതയുള്ള എല്ലാവരും വാങ്ങിക്കും. അവർ പുത്തരിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഇപ്പൊ അങ്ങ് പറഞ്ഞു 2 സീറ്റ് ഈ പറഞ്ഞതുപോലെ ഒഴിച്ചിട്ടു. അവസാനം അത് സുധാകരനും അടൂർ പ്രകാശനും അനുവദിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ ഹൈക്കമാൻഡ് ഒരു കണ്ടീഷൻ വെക്കും. കണ്ണൂരിൽ നിന്ന് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ, ആറ്റിങ്ങലിൽ നിന്ന് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിങ്ങൾ വിജയിപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഹൈക്കമാൻഡ് ഇവർക്ക് മുന്നിൽ വെക്കാനുള്ള സാഹചര്യത്തില് പിന്നെ കാരണം ഇവരുടെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം കൂടിയായി അത് മാറും. അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഈ 2 മണ്ഡലങ്ങളും, അതായത് കെ സുധാകരനും അടൂർ പ്രകാശും കേരള നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അത് കോൺഗ്രസിന്റെ സീറ്റ് നിലയെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരിക്കലും അത് കോൺഗ്രസിന് ഒരു വെല്ലുവിളിയോ ഒരു പ്രതിസന്ധിയോ സൃഷ്ടിക്കില്ല. അത് ഇവർ ജയിച്ചു വരുമെന്നും കോൺഗ്രസിന്റെ സീറ്റ് നിലയും വർദ്ധിപ്പിക്കുന്നുള്ളതെന്ന് ആർക്കും താല്പര്യമില്ല. CPM എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇവർ മത്സരിച്ച് ജയിക്കൂടെ, അത് തർക്കമൊന്നും വേണ്ട. പക്ഷെ എങ്കിൽ കൂടിയും അത് വരുത്തിയേക്കാവുന്ന മറ്റ് പ്രത്യാഘാതങ്ങളിലാണ് ഹൈക്കമാൻഡ് ഈ താമസം വരുന്നത്. അതൊരു പാർട്ടി, ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അതായത് ഹൈക്കമാൻഡിന് തലവേദന കൂടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണം, പിന്നെ തൊട്ടുതൊട്ട് പ്രശ്നങ്ങളാ. പിന്നെ ഒരു വശത്ത് രമേശ് ചെന്നിത്തല, മറുവശത്ത് VD സതീശൻ, ഇനിയിപ്പോ കെ സുധാകരൻ കൂടി വരികയാണ്. അല്ല, വീണ്ടും അടൂർ പ്രകാശും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം 2 പ്രമുഖ വകുപ്പുകൾ പോയില്ലേ. അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് അവ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുമോ? ജയിച്ചു വന്നാൽ കെ സുധാകരൻ എനിക്ക് മുഖ്യമന്ത്രി ആകേണ്ട, ആഭ്യന്തര വകുപ്പിങ് തന്നാൽ മതി. അത് നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്. എങ്കിൽ കേരളത്തിൽ CPM എന്ന പാർട്ടിയുടെ വാട്ടർലൂ ആയിരിക്കും അത്. അല്ല, അത് നമുക്ക് കണ്ടതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് ഏതൊക്കെ തരത്തിലേക്കാണ് അത് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇത് വളരെ ന്യായമായ ഇതാണ് ഒരു ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. ഈ പിന്നെ ഈ ത്രിശങ്കുവിൽ എത്തിയത് ഹൈക്കമാൻഡാണ്. പക്ഷെ അത് അവര് വളരെ നിസ്സാരമായി ഇനിയും സമയമുണ്ട്, ദൂരെയുള്ള സാധ്യത കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവരെ പുറത്തു വിട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസരം പിന്നെ സൃഷ്ടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത സുധാകരൻ അതിനൊക്കെയുള്ള ചങ്കൂറ്റമുണ്ട്. സുധാകരൻ ഇപ്പോൾ ഈ നിമിഷം സുധാകരൻ ഇറങ്ങിയാലും BJP 2 കൈയും നീട്ടി സ്വീകരിക്കും അദ്ദേഹത്തെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് BJP വളർന്നിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നാൽ കണ്ണൂരിൽ BJPയും സുധാകരനും കൂടെ ചേർന്നാൽ സുധാകരന്റെ ജയം ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ RSSന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ ഒരാൾ നേതാവാണ് സുധാകരൻ. അപ്പോൾ അതിനൊന്നും മടിക്കില്ല എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും ഞാൻ പറയുന്നത് അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളാണ്. ഇപ്പോൾ BJPയോടുള്ള തൊട്ടുകൂടായ്മ ഇപ്പോൾ കാലം ചെന്നപ്പോഴത്തേക്ക് മാറി വന്നില്ലേ. CPM-കാർ പോകുന്നില്ലേ, CPI-കാർ പോകുന്നില്ലേ, കോൺഗ്രസ്സുകാർ പോകുന്നില്ലേ. അപ്പൊ ഇപ്പൊ ആർക്കും അങ്ങനെ ഇല്ല. ആർക്കും CPM-ലോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. ഇത് കേരളത്തെ സാഹചര്യം ഇപ്പൊ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമാണ്. അതിനെക്കാട്ടി ബോറാണെങ്കിലേ ഉള്ളൂ വാസ്തവത്തിൽ. മറ്റേത് അവിടെ ഇച്ചിരി മറ്റു ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. ഇവിടെ അങ്ങനെ പോലും അല്ല. അതൊക്കെ പോട്ടെ. എന്തായാലും കോൺഗ്രസ് എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു പിന്നെ വിഷമ നിൽക്കുന്നത്. ഇത് സ്വാഭാവികമാണ് വാസ്തവത്തിൽ. ഒടുവിൽ ഹൈക്കമാൻഡ് സുധാകരനും വഴങ്ങും, അല്ലെങ്കിൽ നല്ല ഒരു ഫോർമുല, അതായത് ഭാവിക്ക് ഇവരെ അടങ്ങിയിരിക്കാൻ പോകുന്ന വിധത്തിലുള്ള ഒരു ഫോർമുല. കാരണം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സുധാകരനെ സംബന്ധിച്ച് ആദ്യം ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇതിന് പ്രായം ഇത്രയായി. അപ്പൊ അടൂർ പ്രകാശനെ സംബന്ധിച്ചിട്ടും ഏതാണ്ട് ആ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. സോ അപ്പൊ ഇച്ചിരി കൂടി മെച്ചം എന്ന് മാത്രമേ ഉള്ളൂ, ആരോഗ്യപരമായിട്ട് മെച്ചം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയും ഈ ചാൻസ് വിട്ട് മറ്റാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു പറ്റാനുള്ള ബുദ്ധിമുട്ട് ഇവർക്കെല്ലാം അറിയാം. നാളെ ഇത്രയേറെ പരിചയസമ്പന്നരാണ്. സ്വാഭാവികമായും അവർക്ക് മോഹങ്ങളുണ്ടാവും. ആ മോഹങ്ങളെ എത്രമേൽ പാർട്ടിക്കും വ്യക്തികൾക്കും പരിക്കില്ലാതെ തീർക്കും എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ മിടുക്ക് കാണിക്കേണ്ടത് അവിടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.